തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ആനന്ദ് കെ തമ്പിയെ കൈയൊഴിഞ്ഞ് BJP നേതൃത്വം. വ്യക്തിപരമായ മാനസിക വിഭ്രാന്തിയെ തുടർന്നാണ് ആനന്ദ് ജീവനൊടുക്കിയതെന്ന് BJP നേതാവ് B ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ആത്മഹത്യയെക്കുറിച്ച് പാർട്ടി അന്വേഷിക്കുമെന്നും ബന്ധപ്പെട്ട വിഷയങ്ങൾ സംഘടനാപരമായി നേരിടുമെന്നും ഗോപാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. ആനന്ദ് ഒരു കാലഘട്ടത്തിലും BJP പ്രവർത്തകനായിരുന്നില്ല എന്നും യുവാവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പാർട്ടിയെ വലിച്ചിഴക്കരുതെന്നും BJP സംസ്ഥാന സെക്രട്ടറി S സുരേഷ് വാർത്താ സമ്മേളനത്തിലും പറഞ്ഞു. ജനാധിപത്യപരമായി ഏറ്റവും മാതൃകാപരമായ രീതിയിലാണ് BJP സ്ഥാനാർത്ഥി നിർണയം നടത്തിയത്. ഒരു ഘട്ടത്തിലും ആനന്ദിന്റെ പേര് ഉയർന്നു വന്നിട്ടില്ല എന്നും സുരേഷ് വ്യക്തമാക്കി. പിണറായി വിജയൻ ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ശിവസേനയുടെ ഉദ്ധവ് താക്കറെ പക്ഷത്തിലെ അംഗമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരുന്ന ആളാണ് ആനന്ദ് എന്നും സുരേഷ് ഒരു പടി കടന്ന് ആരോപിച്ചു. ഇലക്ഷൻ അടുത്തു വരുന്ന സാഹചര്യത്തിൽ ആനന്ദിന്റെ മരണത്തിന് പാർട്ടിയുമായി ഒരു ബന്ധമില്ല എന്ന് കാട്ടി പ്രശ്നത്തിൽ നിന്ന് തടിയൂരാനുള്ള ശ്രമത്തിലാണ് BJP. നേതാക്കൾ സംഘടനയെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തുമ്പോഴും ആനന്ദും സംഘടനയുമായുള്ള ബന്ധങ്ങൾ തെളിയിക്കുന്ന തെളിവുകൾ കൂടുതലായി പുറത്തു വരുന്നത് നേതൃത്വത്തെ കൂടുതൽ കുരുക്കിലാക്കിയിരിക്കുകയാണ്. BJP നേതൃത്വത്തിനെതിരെയുള്ള ആനന്ദിന്റെ ഫോൺ സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട്. സുഹൃത്തുമായി നടത്തിയ ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഇതിനു പുറമെ ആനന്ദ് സജീവ സംഘപരിവാർ പ്രവർത്തകനാണെന്ന് തെളിയിക്കുന്ന കൂടുതൽ ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വന്നു. കൂടാതെ RSS പ്രവർത്തകൻ ആനന്ദ് കെ തമ്പി ജീവനൊടുക്കിയ സംഭവത്തിൽ BJP RSS നേതൃത്വം കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ആത്മഹത്യാക്കുറിപ്പിൽ പേരെടുത്ത് പറഞ്ഞ നേതാക്കളെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പൂജപ്പുര പോലീസ്. മണ്ണ് മാഫിയയ്ക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയെന്ന ഗുരുതരം ആരോപണമുയർത്തിയാണ് ആനന്ദ് ജീവനൊടുക്കിയത്. ആത്മഹത്യാക്കുറിപ്പിൽ ഈ വിഷയത്തിൽ പങ്കുണ്ടെന്ന് പറയുന്നവരുടെ പേരുവിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. തിരുവനന്തപുരം തൃക്കണ്ണാപുരം വാർഡിൽ സീറ്റ് കിട്ടാത്തതിനെ തുടർന്നാണ് ആനന്ദ് ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യാക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ തൃക്കണ്ണാപുരം വാർഡിലെ പ്രാദേശിക നേതാക്കളായ BJP ഏരിയ പ്രസിഡന്റ് ഉദയകുമാർ, കൃഷ്ണകുമാർ, രാജേഷ് എന്നിവരെ പോലീസ് ചോദ്യം ചെയ്യും. ആനന്ദിന്റെ കുടുംബത്തിന്റെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുടുംബത്തിന് സംഭവത്തിൽ ആക്ഷേപം ഉണ്ടാവോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. BJPക്ക് ഏറെ സ്വാധീനമുള്ള തിരുവനന്തപുരം നഗരസഭയിൽ ഭരണം പിടിക്കാൻ സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് രംഗത്തിറങ്ങി പദയാത്രകളടക്കം സംഘടിപ്പിക്കുന്നതിനിടയിലാണ് പാർട്ടിയെ വെട്ടിലാക്കിക്കൊണ്ട് ആനന്ദ് ആത്മഹത്യ ചെയ്തത്. ആനന്ദ് പാർട്ടി പ്രവർത്തകനല്ലെന്ന് പറഞ്ഞ് മുതിർന്ന BJP നേതാക്കൾ കൈകഴുകാൻ ശ്രമിക്കുന്നതിനിടെ നെടുമങ്ങാട്ടെ BJP സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശാലിനിയും RSS നേതാക്കളുടെ ഭീഷണിയെ തുടർന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇത് നേതൃത്വത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി. ഈ സംഭവങ്ങളെല്ലാം ചേർന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി BJP RSS നേതൃത്വത്തിന്റെ മേൽ വലിയ സമ്മർദ്ദമാണ് ചെലുത്തുന്നത്.